ഹേ ഗൈസ്, നമുക്കപ്പോൾ എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്താലോ? കഴിഞ്ഞ എപ്പിസോഡിൽ എനിഡിൻ്റെ ഡെത്തും അതിന് കാരണക്കാരി വെൻസ്ഡേ ആണെന്നുള്ള മൈൻഡിലാണ് വെൻസ്ഡേ ഇപ്പോൾ ഈ റിയാലിറ്റിയിലേക്ക് എണീക്കുന്നത്. എനിഡ് എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് അവൾ എണീക്കുന്നത്. അപ്പോൾ മോർട്ടീഷ്യയാണ് അടുത്തുള്ളത്. എനിഡ് ഓക്കെ ആണെന്നും വെൻസ്ഡേയുടെ ബ്ലാക്ക് ടീയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മോർട്ടീഷ്യ പറഞ്ഞു കൊടുക്കുകയാണ്. അവൾക്കുള്ള സൈക്കിക് എബിലിറ്റി ഒരു ഗിഫ്റ്റ് ആണെന്നും അത് ശരിയായ രീതിയിലല്ലാതെ ഉപയോഗിച്ചാൽ വരുന്നൊരവസ്ഥയാണ്, ഇതിനെ സൈക്കിക് എക്സോഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ബ്ലാക്ക് ടീയേഴ്സിൻ്റെ കാര്യം കേട്ടോ. നീ എബിലിറ്റി ശരിക്കും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ വരുന്നതെന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഞാൻ ഓക്കെ ആക്കും എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നീ ആ സ്പെൽ ബുക്ക് യൂസ് ചെയ്യാതിരിക്കുക, നീ എല്ലാം ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ വെൻസ്ഡേക്ക് അതൊന്നും പറ്റില്ലായിരുന്നു. അവൾ അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോവാണ്. അവൾ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് അവൾ ഗാൽപ്പിനെ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗാൽപ്പിന് അവളോടൊരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതറിയാനും പിന്നെ ആ ഡെത്തിനെ കുറിച്ച് അറിയാൻ. കാരണം കാക്കകളെ കൊണ്ടല്ലോ ആ ഡെത്ത് ഉണ്ടായിരിക്കുന്നത്. എനിഡിൻ്റെ ഡെത്ത് കണ്ടപ്പോഴും അതിൽ കുറേ കാക്കകൾ ഉണ്ടായിരുന്നു. അപ്പം അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ അങ്ങോട്ട് പോവാണ് അവൾ. ആളുടെ വീട്ടിലെത്തിയിട്ട് ആളെ നോക്കുന്ന സമയത്ത് ആളിങ്ങനെ ടി വി വെച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അപ്പോൾ ആള് നിങ്ങളിതൊക്കെ അറിയുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അവിടെ പോയി നോക്കുമ്പോൾ ആൾ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ മരിച്ചു കിടക്കുന്ന കേട്ടോ കാണുന്നത്. രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്തിട്ടും പിന്നെ വാ പകുതി ഇങ്ങനെ തുറന്ന രീതിയിലാണ് കേട്ടോ ആൾ കിടക്കുന്നത്. അപ്പോൾ വെൻസ്ഡേ വായുടെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. വായുടെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് ഒരു ലോഡ് കാക്കകൾ വന്നിട്ട് ഫുള്ള് ചുറ്റുന്നുണ്ട് അവിടെ. ആ കാക്കകളൊക്കെ പറക്കുമ്പോഴും നമ്മുടെ ഹൊറർ ലുക്കുള്ള കാക്കയില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്, ആളും അവിടെ വന്ന് നിന്നിട്ട് വെൻസ്ഡേനെ നോക്കുന്നുണ്ട്. വെൻസ്ഡേ അതിനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരെല്ലാം ഈ ജനല് പൊളിച്ചിട്ട് അതിൽ കൂടെ പറന്നു പോവാണ്. കാക്കകളൊക്കെ പോയതിന് ശേഷം എന്താ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെൻസ്ഡേ പോയിട്ട് ഗാൽപ്പിന്റെ കൈമൊന്ന് പിടിച്ചു നോക്കുന്നുണ്ട്. കാരണം അവൾക്ക് എന്തെങ്കിലും തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവളുടെ എബിലിറ്റി യൂസ് ചെയ്തിട്ട് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് ഇത് ഒന്നും ക്ലിയർ ആവുന്നില്ല അവൾക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഫിക്സ് വന്ന സമയത്ത് അവളുടെ ആ എബിലിറ്റി നഷ്ടപ്പെട്ടു പോയേക്കാണ് കേട്ടോ. അവളത് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ വലിയ രക്ഷയൊന്നും ഉണ്ടാവില്ല. പിന്നെ പുറത്ത് പോലീസിന്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇനി വേറൊരു സീൻ ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് അവൾ പോകുന്നുണ്ട്. പക്ഷെ വാതിൽ തുറക്കുമ്പോൾ തന്നെ പുതിയ ഷെറീഫില്ലേ സാന്റിയാഗോ, അവൾ വന്നിട്ട് നേരെ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവിടേക്ക്. കൊണ്ടുപോയിട്ട് അവളോട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഡെത്ത് സീനിലും നിന്നെ കാണുന്നുണ്ട്, യൂഷ്വലായിട്ട് നിനക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധം എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴും വെൻസ്ഡേ അവിടെ വന്നിട്ടുണ്ടായല്ലോ. അപ്പോൾ അവള് ഗാൽപ്പിനെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്, അല്ലാതെ എനിക്ക് ഇതുമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നേരെ ഗോമസ് കയറി വരികയാണ്, വെൻസ്ഡേയുടെ ഫാദർ കേട്ടോ. ആളൊരു അഡ്വക്കേറ്റും കൂടിയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ കോർട്ട് ഓർഡർ വാങ്ങി വന്നിട്ട് ചോദ്യം ചെയ്തോളൂ, ഇപ്പം ഞാൻ ഇവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അമ്മ അത് അറിയണ്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവളെ സ്കൂളിലേക്ക് ആൾ കൊണ്ടാക്കുന്നത്. അടുത്ത ദിവസം കാണിക്കുന്നത് യൂജിനെയാണ്. യൂജിൻ പപ്സ്ലീനെ അന്വേഷിച്ച് വരികയാണ് സംഭവം. പപ്സ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഷെഡ് ഉണ്ടാവും, ഈ ഹണി ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ചെറിയ ഷെഡ്. ആ ഷെഡിലേക്ക് അത് യൂജിൻ്റെ പെറ്റ്സിന് വേണ്ടിയിട്ട് യൂജിൻ ഹണി എടുക്കാൻ വേണ്ടി വന്നതാണ്. അവിടേക്ക് വരുമ്പോൾ അവിടെ പപ്സ്ലീനെ കണ്ടിട്ട് നീ എന്താ ഇവിടെയും ചോദിക്കുന്നുണ്ട്. ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആജാക്സിനോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ നീ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ അവൻ്റെ കിളി ആകെ പോവാണ് കേട്ടോ. കാരണം അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അവൻ കാണുന്നത്. അപ്പോൾ പഫ്സ്ലി കാര്യങ്ങൾ പറയാണ്, ഞാൻ ഇന്നലെ പോയിട്ട് എൻ്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ട് എനിക്ക് ഇയാളെ കിട്ടിയതാണ്. ഇത് മറ്റേ സ്കൾട്രീൻ്റെ താഴെയുള്ള ലെജൻഡാണ്. നമ്മുടെ അടുത്ത് ആജാക്സ് പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവൻ്റെ മേലേക്ക് ഇങ്ങനെ ചാടി വരുന്നുണ്ട് കേട്ടോ, യൂജിൻ്റെ മേത്തേക്ക്. പക്ഷേ പഫ്സ്ലീനെ ഇതൊന്നും ചെയ്യുന്നില്ല. യൂജിൻ്റെ മേത്തേക്ക് ചാടി വരുന്നുണ്ട്. അപ്പോഴേക്ക് നൈസ്ലി ഷോക്ക് കൊടുത്തിട്ട് പപ്സ്ലി തന്നെ അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനെന്തെങ്കിലും വിശക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു ഹണി എടുക്കുകയാണ്. ഹണി ഇവിടെ കൊടുക്കാൻ വേറെ ഒന്നുമില്ല. ഹണി ഒരു കുപ്പിയിൽ ഇരിക്കുന്നുണ്ടാവും, അതെടുത്ത് കൊടുക്കുന്നുണ്ട് അതിന്. അത് കൊടുക്കുന്ന സമയത്ത് അത് മാക്ക് മാക്ക് എന്ന് പറഞ്ഞിട്ട് അടിച്ച് കയറ്റുന്നുണ്ട്. സംഭവം അതിന് വിശന്നിട്ട് കഴിച്ചതാണ്. പക്ഷെ കുടിച്ച വഴിക്ക് തന്നെ നേരെ വൊമിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരെ മേത്തേക്ക്. അടുത്ത സീനിൽ റൂമിലേക്ക് എത്തിയ വെൻസ്ഡേനെ കാണിക്കുന്നത്. വെൻസ്ഡേ ചെന്ന് നോക്കുമ്പോൾ എനിയുടെ അവിടെ മരിച്ചു കിടക്കുകയാണ്. സംഭവം എനിയുടെ അന്നൊരു പ്രാങ്ക് ഡേ ആണ്. അതുകൊണ്ട് എനിയുടെ മറ്റേ ഓറഞ്ച് ജാമും അതുപോലെ ബ്ലഡ് കളറൊക്കെ വെച്ചിട്ട് ഒന്ന് അവളെ പ്രാങ്ക് ചെയ്താണ്, ഹാപ്പി പ്രാങ്ക് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. വെൻസ്ഡേ ആണെങ്കിൽ ഫുൾ കലിപ്പിലാണ്. ഇനി നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും, ഈ വെറുതെ പ്രാങ്ക് ചെയ്യേണ്ട അവസ്ഥ വരില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അകത്ത് പോയപ്പോഴേക്കും എനിഡിൻ്റെ ഫോണിലേക്ക് 3 മെസ്സേജ് വരികയാണ്. ഐ സി യു വെൻസ്ഡേ, ഐ വിൽ നോട്ട് ബി ഇഗ്നോർഡ്, അങ്ങനെയൊക്കെയാണ് അതിലുള്ളത്. ആ നമ്പറിലേക്ക് അപ്പം തന്നെ വെൻസ്ഡേ തിരിച്ചു വിളിക്കാൻ പറയുന്നുണ്ട്. അത് ഗാൽപ്പിൻ്റെ നമ്പറാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഗാൽപ്പിൻ്റെ വോയിസ് മെയിലാണ് അതിലുണ്ടാവുക കേട്ടോ. അപ്പോഴാണ് ഗാൽപ്പി മരിച്ച കാര്യം എനിഡിൻ്റെ അടുത്ത് ഇവൾ പറയുന്നത്. അപ്പോൾ ഇനി ഗാൽപ്പിൻ്റെ മരണത്തിന് പിന്നിലും ഇവളുടെ സ്റ്റാൽക്കറിന് ബന്ധമുണ്ടെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്നത് പ്രാങ്ക് ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കാണിച്ച് ഇവർ ഓരോ തരത്തിൽ അവരുടെ എബിലിറ്റീസ് യൂസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് പ്രിൻസിപ്പളും
ഡോക്ടർ ഓർലോഫും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നുട്ടോ. അവിടേക്ക് വെൻസ്ഡേ വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു പ്രൊജക്റ്റിന്റെ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ ബേഡ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏതേലും ഏവിയോൺ പഠിച്ചിരുന്നോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോഴാരും അങ്ങനെ പഠിച്ചിട്ടില്ല. ഒരു 10 വർഷമായിട്ട് ആരും അങ്ങനെ പഠിച്ചിട്ടില്ല. ഇതിന് 10 വർഷത്തിന് മുന്നേ ഒരാളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് മോർട്ടീഷ്യയും അതുപോലെ തന്നെ ബിയാങ്കിയും കൂടി സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർഡ് കൊടുക്കാനും ഇതിൽ അവരുടെ ലിസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അവിടേക്ക് വന്നേക്കുന്നത്. അമ്മേനെ പ്രത്യേകം ഇൻവിറ്റേഷൻ ചെയ്യണമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ മോർട്ടീഷ്യ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. കാരണം അമ്മേനായിട്ട് ഞാൻ കുറേ നാളായിട്ട് കോൺടാക്റ്റ് ഇല്ല, അതുകൊണ്ട് അമ്മേനെ വിളിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളതെല്ലാം ഞാൻ നോക്കിക്കോളാം, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ പപ്സ്ലിയും അതുപോലെ തന്നെ യൂജിനും പോയിട്ട് നമ്മുടെ സ്ലർപ്പില്ലേ, ആ സോംബിയുടെ പേരാണ് സ്ലർപ്പ് കേട്ടോ. ആ സ്ലർപ്പിന് ഇവർ ഈ സാൻഡ്വിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സാൻഡ്വിച്ച് ആൾ ആർത്തിയോട് കൂടി കഴിക്കുകയാണ്. ഇതിങ്ങനെ ഓരോ ഭക്ഷണം കഴിക്കും തോറും അതിന് ശക്തി കൂടുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ പോയതിന് ശേഷം ഈ സോംബി ഈ ചങ്ങല ഇങ്ങനെ വലിച്ച് 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 അലറി വലിക്കുന്നുണ്ട് ആള്. എന്നിട്ട് അത് നൈസായിട്ട് പൊട്ടിക്കാണ് കേട്ടോ ആൾ അവിടുന്ന്. ആണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാർഡ് അവിടെ വെച്ചിട്ടുണ്ടെന്നും ഇന്ന് മുതൽ പോയി തുടങ്ങണം എന്നൊക്കെ വെൻസ്ഡേയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് പോയ സമയത്ത് തന്നെ വെൻസ്ഡേ പോയിട്ട് ആ കാർഡ് എടുത്തിട്ട് അവൾ ഇറങ്ങുകയാണ്. ട്രെയിനറുടെ അടുത്ത് പോയിട്ട് ഞാനാണ് എനിക്കാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ വരികയാണ്. അപ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവൾ നൈസായിട്ട് കയറി. ഇവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്, കാരണം ഇവളുടെ അങ്കിളുടെ കൂടെയൊക്കെ പോയിട്ട് ഇവൾക്ക് നല്ല അറിയണതാണ്. അതുകൊണ്ട് തന്നെ ഇവളവിടുന്ന് ജെറ്റ് വിട്ട പോലെ പായാണ്. ഇതാണെങ്കിൽ ഒരു വയസ്സായ അച്ചാച്ചനാണ്. ആൾ അത്രയും പേടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണത് തന്നെ. ഇവള് നേരെ പോകുന്നത് സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്കാണ് അവൾ പോകുന്നത് കേട്ടോ. അവൾ അവിടെ ഇറങ്ങുന്ന വഴിക്ക് തന്നെ മറ്റേ ട്രെയിനർ വണ്ടി എടുത്ത് ആളുടെ ഒരേ വിടുന്നുണ്ട്. സെക്യൂരിറ്റിയുടെ അടുത്ത് ഇവളുടെ പേര് പറഞ്ഞിട്ട് ഇവൾ അകത്തേക്ക് കയറാണ് കേട്ടോ. ഇത് ഏതാ ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ടൈലർ ഇല്ലേ, നമ്മുടെ ഹൈഡ്, അവനെ ഇട്ടിട്ടുള്ള സ്ഥലമാണിത്. അവൻ ഇവിടെയാണ് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അവളവിടെ പോയിട്ട് അഡ്മിനിസ്ട്രേഷനിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറാണ് ഇപ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ഡോക്ടറെ ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവൻ അത്രയും അപകടകാരിയായ കാരണം അത്രയും ഹൈ സെക്യൂരിറ്റി സെറ്റപ്പിലാണ് അവൻ അവിടെ ഇട്ടേക്കുന്നത്. ഡോക്ടർ വരുമ്പോൾ ഡോക്ടറുടെ കൂടെ അവൾ അവിടേക്ക് പോവുകയാണ്. കാരണം ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ അവൾക്ക് അതിൽ പോകുന്ന വഴിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെൻസ്ഡേ ടൈലറിനെ കാണണം കേട്ടോ. അപ്പോൾ ടൈലർ പറയുന്നുണ്ട്, നീ ഇവിടെ വരുന്നത് എനിക്കറിയായിരുന്നു, എൻ്റെ ഉള്ളിലുള്ള മോൺസ്റ്ററിനെ നിനക്ക് ഇഷ്ടമായിരുന്നു, നമുക്ക് ഒരുമിച്ച് ഭൂലോകം മുഴുവൻ കൈക്കലാക്കാൻ പറ്റുമായിരുന്നു, അങ്ങനെയൊക്കെ വലിയ ഇതിൽ ആൾ ഡയലോഗ് ഇടുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ ഒരു കഴിവില്ലാത്തവനാണ്, നിനക്ക് ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ്, നിൻ്റെ ഉള്ളിലെ ഹൈഡിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ മാസ്റ്റർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഇവൻ അങ്ങോട്ട് നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവൻ ഹൈഡായി മാറുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഹൈഡായി മാറുമ്പോൾ തന്നെ ഇവന് ഷോക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾ തിരിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് എനിഡിനോട് എന്നെ അന്വേഷണം പറയണം, എനിഡിനെ ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ തിരിച്ച് നല്ല രീതിക്ക് തന്നെ അവനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അവനെ പ്രൊവോക്ക് ചെയ്യും തോറുമാണ് ഇവനിങ്ങനെ ഹൈഡായി മാറുന്നത്. അങ്ങനെയാണ് കേട്ടോ. ഇവൻ്റെ അടുത്ത് ഇവൻ്റെ അച്ഛൻ്റെ ഡെത്തിൻ്റെ കാര്യവും നിൻ്റെ ഫാമിലി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ 2 മരണം നടന്നെന്നുള്ളതൊക്കെ പറയുമ്പോഴും ഇവനൊരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന, അവനൊരു വിലയില്ലാത്ത രീതിയിൽ. പക്ഷെ ഇവൾ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അവനോട് സംസാരിച്ചപ്പോൾ അവൻ ഹൈഡായി മാറുന്നുണ്ട്. അപ്പോൾ തന്നെ അയാൾ വീണ്ടും ഷോക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ വെൻസ്ഡേ അവിടെ നിന്ന് പോണ സമയത്ത് അവിടെ കിടന്ന് അലറുന്നുണ്ട് കേട്ടോ കിടന്നിട്ട്. ആ ഷോക്ക് കിട്ടിയതിൻ്റെ ഇതിലും ആ ദേഷ്യത്തിലുമാണ്. അടുത്ത സീനിൽ ലാബിലിരിക്കുന്ന പപ്സ്ലീനെയാണ് കാണിക്കുന്നത്. പപ്സ്ലീന അവിടെ വന്നിട്ട് യൂജിൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, നിന്റെ പെറ്റായിട്ടുള്ള സ്ലർപ്പ് അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്, നിനക്ക് ലോക്ക് വരാൻ പോവുകയാണ്, നമുക്ക് നല്ല പണി കിട്ടും എന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് അന്താളിച്ച് പപ്സ്ലീൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോനും കൊണ്ട് റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവരവിടെ സംസാരിച്ച് എന്തായാലും വെൻസ്ഡേ ഇല്ലാത്തതല്ലേ, കുറച്ച് നേരം അവിടെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ വന്നത്. ആ സമയത്ത് ഒരു പാഴ്സൽ വന്ന് കിടക്കുന്ന അവിടെ കാണുന്നുണ്ട്. അത് തിങ്ങിനുള്ളതാന്ന് പറഞ്ഞിട്ട് തിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. തിങ്ങിൻ്റെ ബർത്ത്ഡേ ആണ് സംഭവം. തിങ്ങിൻ്റെ ബർത്ത്ഡേ ആയിട്ടൊരു പഴയ സ്ഥലത്ത് നിന്നുള്ള ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ഒരു കാർഡുമാണ് ഉള്ളത്. കാർഡ് വായിക്കുമ്പോഴാണ് തിങ്ങിൻ്റെ ബർത്ത്ഡേ എന്നുള്ളത് അറിയുന്നത്. ആക്ച്വലി അത് വെൻസ്ഡേ മറന്നു പോയേക്കണു. ആ സങ്കടത്തിൽ ആൾ അടിച്ച് ഫിറ്റായിട്ട് അവിടെ കിടക്കണ്. അപ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട്, ഈ വെൻസ്ഡേ ഫാമിലി മുഴുവൻ നിന്റെ ബർത്ത്ഡേ മറന്നുപോയോ, ഞാനിനി വോൾ ഫാമിലിയിലുള്ളവർ നിനക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഹെൽപ്പല്ല, സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. ആ സമയത്ത് അവിടെ ബ്രൂണോയുടെ ഒരു സൗണ്ട് കേട്ടിട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അവൾ അവിടേക്ക് പോവാണ് കേട്ടോ. അങ്ങോട്ട് പോവാണ് ബ്രൂണോൻ്റെ അടുത്തേക്ക്. ആ സ്പോട്ടിൽ തന്നെ ഇവിടുത്തെ ഡോർ അടയാണ്. ഡോർ അടഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോറില്ലേ, ആ ഡോറിൻ്റെ അവിടെ കമ്പി ഇടുന്നുണ്ട്. അങ്ങനെ തിങ്ങ് അവിടെ ലോക്ക് ആവണം, എന്താ ഉണ്ടാവണമെന്ന് അറിയാതെ.
അടുത്ത സീനിൽ പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് വരുന്ന ബിയാങ്കേനെയാണ് കേട്ടോ കാണിക്കുന്നത്. ബിയാങ്ക പറയുന്നുണ്ട് അവളുടെ അമ്മ സമ്മതിക്കുന്നില്ല, മദറിനെ വിളിക്കില്ല എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ഓർഡർ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാണ്ട് റിക്വസ്റ്റ് ചെയ്യല്ല ചെയ്തത്. നീ അവരെ സൈറൻ ചെയ്തിട്ടാണെങ്കിലും അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം, അതായത് അമ്മേനെ വിളിക്കണം, അവരെ നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു മണി കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗതി കെട്ടിട്ട് ബിയാങ്ക പ്രിൻസിപ്പലിനെ സൈറൻ ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷെ അത് ഏൽക്കുന്നില്ല. അയാളുടെ കയ്യിൽ ഒരു മാഗ്നറ്റ് പോലത്തെ സംഭവം ഉണ്ടാവും, അതുകൊണ്ട് ഏൽക്കുന്നില്ല. ഇയാളാണെങ്കിൽ ഇവളെ വീണ്ടും ഭ്രാന്താക്കാണ്. കാരണം സ്കോളർഷിപ്പ് സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇയാൾ. അവൾക്ക് വേറൊരു വഴിയില്ലാണ്ട് അത് ചെയ്തേ പറ്റൂ എന്നുള്ളതാവുന്നു. ടൈലറിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വെൻസ്ഡേ കാണുന്നത് അവിടെ എനീറ്റിൻ്റെ ബാഗ് എടുക്കുന്നുണ്ട്. പക്ഷെ ആ നമ്മുടെ തിങ്ങിൻ്റെ ഡോറാണെങ്കിൽ നന്നായിട്ട് കിടന്ന് കൊട്ടുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചിട്ട് ആൾ തുറന്നു നോക്കുന്നുണ്ട്. തുറന്നു നോക്കിയപ്പോൾ ചാടി പടഞ്ഞ് തന്നെ ഇറങ്ങി വന്നിട്ട് തിങ്ങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവളെ കാണാതായി, എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് എനീറ്റിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യാണ്. വെൻസ്ഡേ വന്നിട്ട് ആ ഫോൺ ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഹാഫ് ആൻ അവറിനുള്ളിൽ കിട്ടിയില്ല, അവരെ കണ്ടുപിടിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ജീവനോടെ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ റൂമിൻ്റെ താഴത്തു കൂടെ ഒരു കാർഡ് വന്ന് വീഴുന്നുണ്ട് കേട്ടോ. അതിൽ എഴുതിയേക്കുന്നത് പ്ലേ ഡെഡ് എന്ന് അങ്ങനെ എന്താണ് എഴുതിയേക്കുന്നത്. അതിൽ ഒരു സിമ്പലും ഉണ്ടാവും, ഒരു ഹാർട്ടിൻ്റെ സിമ്പലും ഉണ്ടാവും. ഇതെന്താ സംഭവം എന്ന് അറിയാണ്ട് അവൾ നോക്കുന്നുണ്ട്. ഇതെന്തോ ഒരു കോഡാണെന്നുള്ളത് മനസ്സിലായി, പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിഡും ബ്രോണും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാഗോ ടവറിലാണ് എത്തിയേക്കുന്നതെന്ന് മനസ്സിലായി. അവർ രണ്ടുപേരും ബോധമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ബോധം വന്ന് നോക്കിയപ്പോൾ കൈയും ആളെ മേലൊക്കെ ഫുള്ള് കെട്ടിയേക്കാണ് ചങ്ങല കൊണ്ട്. അവളുടെ നെയിൽസ് യൂസ് ചെയ്തിട്ട് അത് മുറിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ ഒരു മോളിലേക്ക് നോക്കുന്ന സമയത്താണ് ഇത്രയും വാളും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഫസ്റ്റ് അവർ പ്രാങ്ക് ഡേ ആണെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇത് പ്രാങ്ക് ഡേ അല്ല എന്നുള്ളത് ഇത് കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. സംഭവം മനസ്സിലാവാതിരിക്കുന്ന സമയത്ത് അതിൻ്റെ മോളിൽ നിന്ന് ഓരോ കത്തിയൊക്കെ വന്ന് വീഴുന്നുണ്ട്. അപ്പം നല്ല രീതിക്ക് എന്നോട് പേടിക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അവരപ്പോൾ സെയിം രീതിയിലേക്ക് ഇരുന്നിട്ട് നമുക്കത് അഴിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പറ്റുമോ എന്നുള്ളതൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്, പക്ഷെ ഒന്നും നടക്കുന്നൊന്നുമില്ല. ആ സമയത്ത് ഈ പ്ലേ ഡെഡ് എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വഴിയുള്ള സംഭവമാണെന്ന് വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അവളവിടെ നമ്മുടെ ലൈബ്രറിയിലുള്ള ഒരു പിയാനോൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. പിയാനോൻ്റെ അടുത്തേക്ക് അതിൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് ഉള്ള ഒരു ഓർഡറിൽ അവൾ വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഒരു ഡോർ ഓപ്പൺ ആയി വരുന്നുണ്ട് കേട്ടോ. ഇത് താഴെ യാഗോ ടവേഴ്സിൻ്റെ അവിടേക്ക് പോകാനുള്ളതാണെന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളും തിങ്ങും കൂടി അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ പോണ വഴിക്ക് അവൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഒരു രൂപം ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടാവും, ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട്. പിന്നെ നോക്കുമ്പോൾ ആളെ കാണില്ല, ആ മാസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മാസ്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ക്ലോക്ക് ഈസ് ടിക്കിംഗ് എന്നുള്ള സംഭവമാണ് കാണിക്കുന്നത്. കാരണം സമയമില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലോക്കിൻ്റെ ആ സംഭവം പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഇയാഗോ ടവറിൻ്റെ മുകളിലുള്ള സ്ഥലത്താണ് ഇവരുള്ളത് എന്നുള്ളത് മനസ്സിലായി. അവൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. വെൻസ്ഡേ അവിടെ എത്തുന്ന സമയത്ത് എനിഡും ബ്രൂണോ നൈസായിട്ട് കിസ് ചെയ്യൊക്കെയാണ് കേട്ടോ. അവളത് കണ്ടിട്ട് അവിടുന്ന് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ തിങ് അതിൽ കൂടെ പോകുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതാണ് ആള്. പക്ഷെ പോകുന്ന വഴിക്ക് അവിടെയുള്ള ഒരു കമ്പി തട്ടിയിട്ട് ആ മുകളിലുള്ള കത്തികളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. സംഭവം അതൊരു ലോക്കായിരുന്നു. ഒരു 3-4 വീണതിന് ശേഷം അഞ്ചാമത്തെ കറക്റ്റ് അവൻ്റെ സെൻറ്ററിലേക്ക് തന്നെ, കൈയിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ അവിടെ തിങ്ങ് ലോക്കാവാണ്. അതുപോലെ തന്നെ ആ മെഷീൻ വർക്ക് ആവുകയാണ്. കാരണം ആ കമ്പി പൊട്ടിയതിന് ശേഷം ഈ മുകളിലുള്ള വാളുകളില്ലേ, അതെല്ലാം ഇങ്ങനെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് വീഴല്ല, ആ മെഷീൻ വർക്ക് ആവുന്നതിനനുസരിച്ചിട്ട് ഇത് താഴത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഒരു ടൈപ്പ് റൈറ്റിൽ. ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് നിർത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാവണം വെൻസ്ഡേക്ക്. അവിടെ കാണാത്ത ബുക്ക് ഏതാന്നുള്ളതാണ് അതിൽ ചോദിക്കുന്നത്. അവൾ കുറേ ബുക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. അതിലെല്ലാം സെർച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇൻവിസിബിൾ മാൻ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് അവിടെ ഇല്ലാത്തത് എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ അവൾ അത് ടൈപ്പ് ചെയ്യാണ്. കറക്റ്റ് കണ്ണിൻ്റെ ആ ഭാഗത്ത് എത്തിയപ്പോഴാണ്, എനീറ്റിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാണ് അത് നിൽക്കുന്നത്. നേരെ അത് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെൻസ്ഡേ കയറി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കയ്യടി കേൾക്കുകയാണ്. ഒരു കൈ മാത്രമേ നമുക്ക് ഫസ്റ്റ് കാണുന്നുള്ളൂ. ആ സ്ലോ മോഷനിൽ കൈയടിച്ച് വരുന്നത് വേറെ ആരുമല്ല, ഇവളുടെ ജൂനിയർ ആയിട്ടുള്ള ആഗ്നസ് നെമില്ല പറഞ്ഞിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നില്ലേ, നമ്മൾ ഫസ്റ്റ് ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടി വന്ന കുട്ടി. അവളുടെ ഒരു ഫാൻ ഗേളാണ്. അവളാണ് വരുന്നത്. അവളാണ് ശരിക്കും ഈ പണിയൊക്കെ ഒപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവള് ഞെട്ടി നിൽക്കണം വെൻസ്ഡേ. കാരണം ഇത്രയും 13 വയസ്സുള്ള ഒരു കുട്ടിയാണ് എൻ്റെ സ്റ്റാൽക്കർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവള്. അപ്പോൾ അവൾ പറയുന്നത്, ഞാനൊരു ഫാൻ ഗേളാണ്, എന്നിലൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, എനിക്ക് ഇത്രയും കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എനിട്ടിന് അവിടെ പ്രാന്ത് വരുന്നുണ്ട്. കാരണം കുറച്ചും കൂടി തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് പോയായിരുന്നല്ലോ, അവർ മരിച്ചു പോയായിരുന്നു എന്നുള്ള സീനിലാണ് എനിട്ട് നിൽക്കുന്നത്. വെൻസ്ഡേ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നീ അതുപോലെ തന്നെ ഗാൽപ്പിൻ്റെ ഫോണ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ആ മരണമായിട്ട് നിനക്ക് എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഡെത്തുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, ഗാൽപ്പിൻ്റെ ഫോണ് ഞാൻ അവിടെ നിന്ന് എടുപ്പിച്ചതാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്.
എന്നിട്ട് ആ ഫോണ് വെൻസ്ഡേക്ക് കൊടുക്കുന്നുണ്ട്. "ഇനി നിന്റെ ഇൻവെസ്റ്റിഗേഷന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നെയും കൂടിയും കൂട്ടണം. ഞാൻ നിനക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് ഇങ്ങനെ കുറേ ചെയ്യാനൊക്കെ പറ്റും" എന്നുള്ള രീതിയിൽ അവളൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതത്രേ. അവിടുന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ബിയാങ്ക അമ്മേടെ അടുത്തേക്കില്ലേ മോട്ടീഷയുടെ അടുത്തേക്ക് പോകുന്നതാണ്. സംഭവം പ്രിൻസിപ്പൾ പറഞ്ഞതിനനുസരിച്ചിട്ട് അവൾക്ക് സൈറൻ ചെയ്യാൻ പോവാണ്. അവൾക്ക് വേറൊരു വഴിയില്ലാതെ അവൾ സൈറൻ ചെയ്യാണ്. കാരണം അമ്മേനെ എന്തായാലും വിളിക്കണം എന്ന് പറയാണ് അവള്. പിന്നെ അവൾ അവിടെ വന്നത് മറക്കാനും എല്ലാം പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. അവളുടെ വിഷമം അവളുടെ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അടുത്ത സീനിൽ വെൻസ്ഡേ റൂമിൽ വെച്ചിട്ട് നമ്മുടെ തിങ്ങിൻ്റെ ഡോറുമ്മ നോക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. തിങ്ങിൻ്റെ അടുത്ത് അവളും പറയുന്നുണ്ട്, "നിന്റെ ബർത്ത്ഡേ മറന്നുപോയി, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലായിരുന്നു. എനിഡിൻ്റെ ഡെത്തിൻ്റെ കാര്യങ്ങൾ എനിക്ക് എങ്ങനെയും ഒന്ന് ശരിയാക്കണം. അവൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്താണെന്ന് അറിയാനാന്നൊക്കെ പറയുന്നുണ്ട്. അവളൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളെ കൈ തന്നെ നീട്ടി കൊടുക്കുന്നുണ്ട്. അവളുടെ എബിലിറ്റി എങ്ങനെയും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്പെൽ ബുക്ക് വഴി തന്നെ ഇവൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗൂഡീസ് ബുക്ക് എവിടെയും ചോദിച്ചിട്ട് അവൾ അങ്ങോട്ട് പോകുന്ന നോക്കുമ്പോൾ അവിടെ സംഭവമില്ല. എവിടെയും ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അത് അമ്മ വന്ന് എടുത്തുകൊണ്ട് പോയിന്ന്. അവൾ അവിടെ ഷോക്കായി നിൽക്കുകയാണ്. കാരണം അമ്മ എടുത്തുകൊണ്ട് എന്നുള്ള അവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സംഭവം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ കൊണ്ടുപോയാൽ പിന്നെ അത് തരില്ല എന്നുള്ളതും അവൾക്ക് നല്ല രീതിക്ക് അറിയാം. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ട്രെയിനർ ഇല്ലേ, ഡ്രൈവിങ്ങിൻ്റെ ആ ട്രെയിനറിൻ്റെ ആൾ കോൾ ചെയ്തിട്ട് ഞാൻ ഈ സ്കൂളിലെ പണി നിർത്തി, ഇനി ഞാൻ ഇവിടേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ടിട്ട് വണ്ടി ഓടിച്ച് വരികയാണ്. ആ സമയത്ത് ആളൊരാളെ വണ്ടി ഇടിക്കുകയാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് തുറന്ന് നോക്കിയപ്പോഴേക്കും അത് നമ്മുടെ സ്ലർപ്പാണ്, സോംബി. ആള് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതിനെ കാണുന്നുണ്ടാവില്ല. പിന്നെ നല്ല മഴയായ കാരണം ഗ്ലാസ്സുമ്മേക്കൊക്കെ വെള്ളം വീണിട്ട് ആൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ആൾ ഗ്ലാസ് വെച്ചിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ സോംബി അവിടെ നിൽക്കുന്നുണ്ടാവും. ആള് ഒളിച്ചിട്ട് ആളുടെ തലേമേലാണ്, കാരണം ഒരു തലച്ചോറാണല്ലോ കഴിക്കുന്നത് സോംബീസ്. അങ്ങനെ നേരെ അത് കഴിക്കുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് എപ്പിസോഡ് തീരാണ്. അപ്പം ഞാൻ നാളെ വീണ്ടും അടുത്ത എപ്പിസോഡായിട്ട് വരാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ.